കൊച്ചി നെടുമ്പാശ്ശേരിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മയെ കൊലപ്പെടുത്തി മകൻ. 58-കാരിയായ അനിതയാണ് കൊല്ലപ്പെട്ടത്. 3 മാസത്തെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് മരണം. കമ്പുകൊണ്ട് ശരീരത്തിലാകമാനം മർദ്ദിച്ചതിന്റെ പാടുകളുമുണ്ട്. നെടുമ്പാശ്ശേരി സ്വദേശി ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളും. വിഷ്ണു, ഇത് അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, നടുക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ബിനു ഈ അനിത എന്ന് പറയുന്ന 58 വയസ്സുള്ള അമ്മയെ അതിക്രൂരമായി കഴിഞ്ഞ 3 മാസമായി മർദ്ദിക്കുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അനിതയെ വീടിനകത്ത് കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് അവർ മരിച്ചു. അതിനുശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് അനിതയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തുന്നത്. തുടർന്നാണ് ബിനുവിനെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇയാൾ പറഞ്ഞത് അമ്മക്ക് മാനസിക രോഗമുണ്ട്, അമ്മ തന്നെ സ്വയമേ മുറിവേൽപ്പിക്കുന്നതാണെന്നാണ് ഇയാൾ പറഞ്ഞ മറുപടി. പക്ഷേ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് 3 മാസമായി അമ്മയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കാറുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം ബിനു പുറത്തു പറഞ്ഞത്. 1.5 ഏക്കർ വരുന്ന സ്വത്ത് ഈ കൊല്ലപ്പെട്ട അനിതയുടെ പേരിൽ വെള്ളത്തൂവലിലുണ്ട്. അത് എഴുതിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 20 വർഷമായി ഇവർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. 3 മാസം മുമ്പാണ് ഈ സ്വത്ത് തട്ടിയിരിക്കുന്നതിന്റെ ഭാഗമായി ബിനു ഇവരെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അന്ന് തൊട്ട് ആരംഭിച്ച മർദ്ദനമാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച വരെ തുടർന്നത്. അതിനാണ് ഇവർക്ക് മരണം സംഭവിച്ചത്. അതായത് ചോര കട്ട പിടിച്ചാണ് അനിത മരിച്ചതെന്നാണ് പ്രാഥമികമായ വിവരം. അതിന് കാരണം ബിനുവിന്റെ മർദ്ദനമാണ്. ബിനുവിനെ 302 വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രജിത്ത്, ശരി. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.